Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോണറിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ടോണർ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട്, വേറെയും കുറേ ടൈപ്പിൽ നമ്മൾ ടോണർ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടോണർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്ക് ടോണർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ കൂടി വിചാരിക്കാത്ത ഒരാളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോണർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം തന്നെ ഞാനിവിടെ റൈസ് വാട്ടർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അരി കഴുകിയ വെള്ളം എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത വെള്ളമായിരിക്കണം കേട്ടോ. ആ രീതിക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ഉപ്പിടാത്ത ആ ഒരു കഞ്ഞിവെള്ളം മീൻസ് നന്നായിട്ട് ഇങ്ങനെ കഞ്ഞിപ്പരുവാകാൻ പാടില്ല. നമ്മൾ അരിയിട്ട് ഒരു 1-2 തള വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെള്ളം കേട്ടോ, അതെടുക്കാം. അപ്പോൾ അത് എങ്ങനെയായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ അരി കഴുകി ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു അരി തിളപ്പിച്ചെടുത്ത് ആ ഒരു വെള്ളം ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ചെറിയൊരു കുഞ്ഞ് നമ്മൾ ചായക്കപ്പിൽ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു സ്വപ്നത്തിൽ വിചാരിക്കാത്ത ആൾ, അത് വേറെ ആരുമല്ല, നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. അതാണ് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിൻ ടോണ് ഈവൻ ആക്കി തരാൻ വേണ്ടിയിട്ടും നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്ത് വരാനായിട്ടൊക്കെ നമുക്ക് ഒരു മുൾട്ടാണി മിട്ടി യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ മുൾട്ടാണി മിട്ടിയുടെ പൗഡർ ഒരു 1/2 ടീസ്പൂൺ അത്ര മാത്രം മതി, ഒത്തിരി ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. എന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം, ഒത്തിരി ഒന്നും നമുക്ക് ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസിൻ്റെ താഴെയായിട്ട് നമുക്ക് വെള്ളം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നാൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒറ്റ തവണ തിളച്ചാൽ മതി, ഒത്തിരി നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരൊറ്റ തള, ആ ഒരു തള വരുന്നതോടുകൂടി നമുക്കതങ്ങ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫിൽറ്റർ വെച്ചിട്ട് അടിച്ചു മാറ്റി നമുക്ക് ആ ഒരു ടോണർ തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ രാവിലെ CTM റൊട്ടീൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യും, മോയ്സ്ചർ ചെയ്യും, അതുപോലെ ടോണർ ചെയ്യില്ലേ, ആ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫേസിൽ ഡെയിലി ഒരു 1-2 തവണ നമ്മുടെ ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് സ്പ്രേ ആവില്ല. നമ്മളിതിനകത്ത് മുൾട്ടാണി മിട്ടി ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു തരിതരിപ്പ് നമ്മൾ എത്രയൊക്കെ ഫിൽറ്റർ ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു തരിതരിപ്പ് ആ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ ആ ഒരു ഇതിൽ വന്ന് കിടന്ന് നമുക്ക് സ്പ്രേ ആവില്ല. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ പഞ്ഞി ഇതാക്കിയതിന് ശേഷം വേണം നമ്മുടെ ഫേസിൽ തുടച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകാനൊന്നും പാടില്ല, അതങ്ങനെ അങ്ങ് വിടുക. എന്നിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ശേഷം നമുക്ക് വേണമെങ്കിൽ കഴുകളാവുന്നതാണ്. അതല്ലാതെ നമുക്കിത് അപ്ലൈ ചെയ്തതും കഴുകേണ്ട കാര്യമില്ല കേട്ടോ, അതങ്ങനെ അങ്ങ് വിടാം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, റൈസ് വാട്ടർ എടുക്കുന്ന സമയത്ത് നമ്മൾ റൈസ് കുതിർക്കാനാണെങ്കിൽ ഓക്കെ, നമുക്ക് പ്രശ്നമല്ല. നമ്മളങ്ങനെ അരി തിളപ്പിക്കുന്ന സമയത്ത് എടുക്കുമ്പോൾ ഉപ്പിടാത്ത വെള്ളം വേണം എടുക്കാനായിട്ട്, ഉപ്പിട്ടുള്ള വെള്ളം എടുക്കരുത്. ഇനി ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു 5 to 7 days വരെ അത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അതല്ല ഫ്രിഡ്ജ് ഇല്ലാതെ പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടിപ്സ് ഉണ്ട്. ആ രീതിക്ക് അങ്ങ് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 days വരെ ഇത് ഉപയോഗിക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പാത്രം നിറച്ച് വെള്ളം എടുക്കുക, നല്ല തണുത്ത വെള്ളം എടുക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ടോണർ അങ്ങ് ഡിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 days ഫ്രിഡ്ജ് ഇല്ലാതെ നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു ടോണർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ